വക്കീലിന് മാത്രമല്ല, എനിക്കും അറിയാം കയ്യറപ്പില്ലാതെ കൊരവള്ളിക്ക് കത്തിവെക്കാൻ. ആസ്തികൾ മുഴുവനും കൈവിട്ട് പോയിന്ന് മനസ്സിലാക്കിയ ആന്റിയും പ്രതാപനങ്ങളും വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളാ ആന്റി. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. അങ്കിൾ ആ ടൈപ്പാ. അത് ഞാൻ നോക്കിക്കോളാം. എന്നോട് അട്ടഹാസം മുഴകിക്കൊണ്ടോ മറ്റോ വന്ന രണ്ടു പേർക്കും പിന്നെ ഒച്ച വെക്കാനാവില്ല. ആ തല ഞാനിങ്ങ് വെട്ടും. അതിനു പറ്റിയ ആൾക്കാരൊക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അങ്കിളും ആന്റിയും ഒന്നും അല്ല. പിന്നെ വിവാഹം കഴിഞ്ഞ് വിശാലിന്റെ സ്വത്തുക്കള് നമ്മുടെ കയ്യിൽ വരുന്നത് വരെ അവരും നമ്മളും ഒരു ടീമാ. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് കളി മാറാൻ പോകുന്നത്. പക്ഷേ വിവാഹം നടക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? നീ എന്താ ഇപ്പോ അങ്ങനെ പറയുന്നു? ഞാൻ വിശാലിന്റെ റൂമിൽ വെച്ചിരുന്ന പൂക്കൾ അരവിന്ദൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടില്ലേ? അതിന്റെ റിപ്പോർട്ടുമായിട്ട് അയാള് വന്നാ നമ്മൾ തോക്കും. അയാളെ തടയാനുള്ള വഴി ഏട്ടൻ നോക്കണം. അതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ആ പേപ്പറും പൊക്കി പിടിച്ചോണ്ടേ എന്റെ എക്സ് അളിയൻ വരില്ല. ഞാനാ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആങ്ങളെയും പെങ്ങളും വലിയ കൂട്ടായിരുന്നല്ലോ. നരകത്തിൽ തനിച്ചതിന്റെ സങ്കടത്തിലായിരിക്കും ജയ. ആ സങ്കടം ഞാനങ്ങ് തീർത്തു കൊടുക്കും. ആങ്ങളെ അവളുടെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞയക്കും. നീ എവിടെയാ? ഒരു പണിയുണ്ട്. കുറച്ച് റിസ്ക് പിടിച്ച പണിയാ. അത് തരും. അത് ഞാൻ തന്നിരിക്കും. നീ ചോദിക്കുന്ന കാശ് ഞാൻ തരും. അളിയനെ കുഴിവെട്ടി അടയ്ക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഇവിടത്തെ കാര്യം ഒന്ന് സ്പീഡപ്പാക്കിയാൽ മാത്രം മതി. എന്താ? എടി, നിന്നെ ഞാൻ മരക്കഴുതാന്ന് വിളിക്കാറില്ലേ? അതിന് സോറി പറയാൻ വേണ്ടി വന്നതാ. നിന്നെ ഞാനേ അങ്ങനെ വിളിക്കാനേ പാടില്ലായിരുന്നു. കഴുതകൾക്കേ ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടാവും. നിനക്കേ അതുപോലുമില്ല. നിന്നെ മരക്കഴുതാന്ന് വിളിക്കുന്നതേ ആ കഴുതകൾക്ക് പോലും അപമാനമാ. സത്യമാണ് വിശാൽ സാർ ഈ പറയുന്നത്. എന്നെ അങ്ങനെ വിളിച്ചതിന് ഏതെങ്കിലും മരക്കഴുത പരാതി പറഞ്ഞോ? എടി, നിനക്ക് ബുദ്ധി ഉണ്ടോന്നേ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശാൽ സാർ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടത്? നിന്റെ കയ്യിലുള്ളത് മുഴുവൻ ആ ജാസ്മിൻ എഴുതി കൊടുത്തില്ലേ? ഇനിയേ നീ എന്ത് ചെയ്യും? കാശിക്ക് പോവോ അതോ
വനവാസത്തിന് പോവോ? കാശിക്ക് പോവാൻ എനിക്കിഷ്ടാ. പക്ഷേ വിശാൽ സാറും കൂടെ ഉണ്ടാവണം. ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എവിടെയും പോകുന്നില്ല. ഇവിടുത്തെ അടുക്കളയാ എനിക്ക് കാശിയും രാമേശ്വരവും കാടും മേടും ഒക്കെ. ഇതേ നിന്നോട് ചോദിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതി. എടി മരക്കഴുതേ, അങ്ങനെ തന്നെ വിളിക്കാം. അതിൽ ഒപ്പിടുന്നതിന് മുമ്പ് അതൊക്കെ കയ്യിൽ നിന്ന് പോയാൽ നീ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു മുൻവിചാരമില്ലാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിക്കോളും. അടുക്കളപ്പണി എടുക്കുന്നതിന് വിശാൽ സാർ എനിക്ക് ശമ്പളം തരാറുണ്ടല്ലോ. ജീവിക്കാൻ അത് പോരെ? അത് തന്നെ മിച്ചോ. ആഹാരം ഇവിടുന്ന് കിട്ടും, മറ്റുള്ളവരുടെ പഴയ സാരികളും എടുക്കാൻ കിട്ടും. വിശാൽ സാർ തരുന്ന ശമ്പളം മുഴുവൻ ബാക്കിയാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, മരിക്കുന്നത് വരെ നീ ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാവുന്നാണോ നീ വിചാരിക്കുന്നത്? വിവാഹം കഴിഞ്ഞാലേ ആ ജാസ്മിനെ അവളുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും. ആദ്യം അടിച്ച് പുറത്താക്കുന്നതേ നിന്നെ ആയിരിക്കും. പിന്നെ നീ എന്ത് ചെയ്യും? ആ മണിക്കുട്ടനെയും കൊണ്ട് പക്ഷിശാസ്ത്രം പറയാൻ പോവോ? ആ പൊട്ടനെ പക്ഷിശാസ്ത്രം പറയാനൊന്നും അറിയില്ല. മണിക്കുട്ടനെ കഥ പറയാൻ മാത്രമേ അറിയൂ. ഒരു പക്ഷിശാസ്ത്രം. ഒരു കൂസലുമില്ലാതെ നിന്ന് ഇളിക്കുന്നുണ്ടല്ലേ ഇടി പൊട്ടിക്കാളി. ഉദയന്നൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് വന്ന പഴയ പാർവതിയല്ല നീ ഇപ്പോ. മുത്തശ്ശന് കിട്ടുന്ന ദക്ഷിണ പണം കൊണ്ട് കഞ്ഞി കുടിച്ച് കഴിയുന്ന ആ പഴയ പാർവതിയല്ല ഓർക്കണം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറയുന്ന പോലെ നിന്റെ കാര്യം. നീ ഒന്ന് കഴിഞ്ഞൊടിച്ചാലേ നിന്റെ മുന്നിൽ വന്ന് നിൽക്കണം ഇവിടുത്തെ എല്ലാരും. പഴയ പാർവതിയെ ഈ പാർവതിയാക്കി മാറ്റിയതേ സ്വത്തും പണമൊക്കെ തന്നെയാ. അത് മുഴുവൻ ആ ജാസ്മിന് കൊടുത്തോളാന്ന ആ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്നത്. അതിലാ നീ ഇപ്പൊ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അതറിയോ നിനക്ക്? അറിയാം സർ. മരക്കഴുതയാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എനിക്ക് പുതിയ പാർവതി ആവണ്ട. പുതിയ പാർവതി ആവണമെങ്കിൽ പലരോടും ഞാൻ മത്സരിക്കണം, പലരെയും തോൽപ്പിക്കണം. അവരെ ജയിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ വേണ്ട, കൈ നിറയെ പണം വേണമെന്ന് എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. കൈ നിറയെ പണം ഉള്ളവളാണ് എത്രയും വലിയ ഭാഗ്യവതിയെന്ന് മുത്തശ്ശനും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. സ്നേഹമുള്ള ഭർത്താവാണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വത്തെന്ന് രണ്ടുപേരും പറയുന്നത് പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം എഴുതി കൊടുത്താലും ഞാൻ പണക്കാരി തന്നെയാ വിശാൽ സർ. ഇതാ എന്റെ സ്വത്തും സമ്പത്തും ഒക്കെ. വിശാൽ സാറ് കെട്ടിയ ഈ താലിയുടെ വില എന്താണെന്നറിയാവോ? 100 കോടിയൊന്നുമല്ല, 1000 കോടിയുമല്ല. അതിന്റെ എത്രയോ ഇരട്ടിയാ. എത്രയോ ഇരട്ടിയാ. പാർവതി, ഈ കുങ്കുമം കണ്ടില്ലേ? ഇതിനേക്കാൾ വിലയുള്ളതൊന്നും ഈ ലോകത്ത് വേറെ ഇല്ല വിശാൽ സർ. വിശാൽ സാറ് എന്നെ മരക്കഴുതെന്ന് വിളിച്ചില്ലേ? ശരിക്കും ഞാനല്ല മരക്കഴുത. അമ്മയും അപ്പച്ചിയും ആ ജാസ്മിനും ഒക്കെയാ സർ. ജാസ്മിനെ വിവാഹം കഴിച്ച എനിക്ക് കിട്ടിയ വിശാൽ സാറിന്റെ സ്വത്തും പണവും ജാസ്മിന് കൈമാറണമെന്ന് മാത്രമേ ആ കരാറിലുള്ളൂ. എനിക്ക് വിശാൽ സാറിനോടുള്ള ഇഷ്ടവും ഭക്തിയും ഒക്കെ കൈമാറണമെന്ന് ആ കരാറിൽ എഴുതി വാങ്ങിക്കാനുള്ള ബുദ്ധി
അവർക്കുണ്ടായിട്ടില്ല. എന്ത് നഷ്ടപ്പെട്ടാലും വിശാൽ സാറിന്റെ ഈ താലി എന്റെ കഴുത്തിലുണ്ടെങ്കിൽ ഞാൻ കോടീശ്വരിയാ. മരിക്കുമ്പോഴും ഈ പാർവതി കോടീശ്വരിയായിരിക്കും. കൈ കാണിക്ക്. അമ്മായിയമ്മ മരുമകൾക്ക് സ്വന്തം ഓർണമെന്റ്സ് എടുത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വിവാഹത്തിന് ശേഷമാ. വിവാഹത്തിന് മുമ്പ് തന്നെ പ്രഭേച്ചി എല്ലാ ആഭരണങ്ങളും ജാസ്മിൻ എടുത്തു തന്നില്ലേ? അതാ പ്രഭേച്ചിയുടെ മനസ്സിന്റെ വലിപ്പം അല്ലേ ജാസ്മിൻ? എനിക്ക് പെൺമക്കളില്ലല്ലോ സുശീലേ. ജാസ്മിനെ ഞാൻ മരുമോളായിട്ടല്ല കാണുന്നത്, എന്റെ മോളായിട്ട് തന്നെയാ. അല്ല, അമ്മയ്ക്ക് ഒരു മോള് മതിയോ? മറ്റൊരു മോള് കൂടി ആയാലോ? അല്ല, മരുമോളായിട്ട് ഞാനും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നെ മോളായിട്ട് കാണുവാണെങ്കിൽ അതീന്ന് പകുതി എനിക്ക് കിട്ടുമല്ലോ. നിന്നെ മോളായിട്ട് കാണാൻ എനിക്ക് മടിയൊന്നുമില്ല. നീ എന്റെ വിനയന്റെ ഭാര്യയല്ലേ. പക്ഷേ നിനക്ക് കൂറ് എന്നോടല്ലല്ലോ, മറ്റു പലരോടുവാ, എന്റെ ശത്രുക്കളോട്. അതുകൊണ്ട് തൽക്കാലം നിനക്ക് ഞാൻ മരുമകളുടെ സ്ഥാനവേ തരുന്നുള്ളൂ. നീ എന്റെ കൂടെ നിൽക്ക്, നിന്നെ ഞാൻ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചോളാം. 10 പവൻ പൊന്നിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ തള്ളി പറയാനേ ജാസ്മിൻ അല്ല ഈ ഗാർഗി. ഗാർഗി, നന്നായിട്ടുണ്ട്. ഇതാ എത്തിയല്ലോ. നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിക്കൊണ്ട് ഇവള് കടന്നു വരും. നമ്മുടെ വായിൽ നിന്ന് എന്താ വീഴുന്നതെന്നറിയാൻ. ഈ വരവും അതിന് തന്നെയാ. ഡേ, നിന്നോട് ആരെങ്കിലും ഇപ്പൊ ചായ ചോദിച്ചോ? 3 കപ്പ് ചായ കൊണ്ടുവരാൻ അമ്മ പറഞ്ഞിട്ടാ. അതവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോ. പാർവതി, ഇത് മുഴുവൻ ആന്റിയുടെ ഓർണമെന്റ്സാ. ആന്റി എന്നോട് ഇട്ടോളാൻ പറഞ്ഞു. മോളെ, ഇട്ടോളാനല്ല, ഇത് മുഴുവൻ എടുത്തോളാനാ ഞാൻ പറഞ്ഞത്. ഇത് മുഴുവൻ ഇനി മോൾക്കാ.
എന്റെ മോളും മരുമോളും എല്ലാം നീയല്ലേ? ഒന്ന് ഞെക്കി പാർവതി, പോവല്ലേ. ദേ, 2 ആന്റിമാരും എനിക്ക് ഓർണമെന്റ്സ് അണിയിച്ചു തന്നു. നീയും എനിക്ക് ഒരാഭരണം അണിയിച്ചു തരണം. അതെന്റെ ഒരു ആഗ്രഹം. നിന്റെ ആഗ്രഹം സാധിച്ചു തരാനല്ല പാർവതി ഇവിടെ നിൽക്കുന്നത്. അധികം നെഗളിക്കല്ലേ ജാസ്മിൻ. മുകളിൽ ഒരാള് എല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട്. വല്ലപ്പോഴെങ്കിലും അതൊന്ന് ഓർക്കുന്നത് നല്ലതാ. ഞാൻ എന്ത് നെഗളിപ്പ് കാണിച്ചു എന്ന് ആന്റി പറയുന്നേ? ഒരാഭരണം ഇട്ട് തരുമെന്ന് ചോദിച്ചത് നെഗളിപ്പാണോ? പാർവതിയോട് എന്തെങ്കിലും പറയുമ്പോ രാധിക ചാടി വീഴുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളത്ര മിണ്ടാപ്പൂച്ചയൊന്നും അല്ലല്ലോ. ഇവളീ വീട്ടിലെ കെട്ടിലമ്മയാണെന്ന് എല്ലാവരും കേൾക്കേ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് നീയും കേട്ടതല്ലേ? ഇവളുടെ നാവിന് ഒരു കുഴപ്പമില്ല. ഇവൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇവള് പറയട്ടെ. ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട ചെറിയമ്മേ. ജാസ്മിൻ ആഭരണങ്ങൾ ഇട്ടുകൊടുക്കാൻ എനിക്കൊരു മടിയുമില്ല. അയ്യോ, അതല്ല. ഇതാണ് അണിയിച്ചേരേണ്ടത്. പാർവതി, നീ എന്തേ കാണിക്കുന്നത്? ഇവളെ ഈ കൊലുസണിക്കാൻ പോവാണോ നീ? അതുകൊണ്ട് എന്താ ചെറിയമ്മേ? പൊന്ന് മഹാലക്ഷ്മി അല്ലേ? പൊന്നു മഹാലക്ഷ്മി ആയിരിക്കും, പക്ഷേ നിന്നോടിത് ഇട്ടുകൊടുക്കാൻ പറയുന്നത് മൂദേവിയാ. ഗാർഗി, ഇവൾക്ക് നിന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ കാലൊന്ന് പിടിപ്പിക്കണം. മൈലാഞ്ചി ഇടിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. മഞ്ഞൾ ഇടിക്കാനും ശ്രമിച്ചു, അതും നടന്നില്ല. എന്നിട്ടിപ്പോ പുതിയ അടവുമായിട്ട് വന്നിരിക്കുക. അതൊന്നും സാരമില്ല ഗാർഗി. സാരമുണ്ട്. നിന്നെ കൊണ്ട് കാല് പിടിപ്പിക്കാനുള്ള ഇവളുടെ ആഗ്രഹം മനസ്സിൽ വെക്കാൻ പറയും. നീ വന്നേ. ചെറിയമ്മ വരാൻ. വേണ്ട ചെറിയമ്മ, വിട്. തന്നെ കാണാൻ വന്ന കുചേലന്റെ കാല് ഭഗവാൻ ശ്രീകൃഷ്ണൻ കഴുകി കൊടുത്തിട്ടുണ്ട്. ഉത്തരിയും കൊണ്ട് ആ പാദം തുടച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ചെറുതായി പോയോ? ഇല്ലല്ലോ. നീ നിന്നെ സ്വയം കൃഷ്ണനായിട്ട് ഉപമിക്കുകയാണോ? നീ ആള് കൊള്ളാലോ. എടി എടി എടി, വിവരമില്ലാത്തവളെ. ഇവള് കൃഷ്ണനെ പോലെയാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നീ കുചേലനെ പോലെയാണെന്നാ. അത് സത്യം തന്നെയല്ലേ? കാരണം ഈ ഓർണമെന്റ്സ് ഒന്നും നിന്റേതല്ലല്ലോ, നിനക്ക് ദാനം കിട്ടിയതല്ലേ.